പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നട്ടലുറപ്പുണ്ടെങ്കിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ കെ അനിൽകുമാറിന്റെ ഈ വെല്ലുവിളി ഏറ്റെടുക്കണം. ബജറ്റുമായി ബന്ധപ്പെട്ട് സതീശൻ ആവർത്തിച്ച് കേരളത്തിലെ മാപ്ര കോലുകൾക്ക് മുന്നിൽ ഖജനാവിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദുരാരോപണങ്ങൾ, അതായത് ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുന്നു, 10 പൈസ എടുക്കാനില്ല എന്ന ആരോപണം. പക്ഷേ ബജറ്റ് പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന 3 മാസത്തിനുള്ളിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക, സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക എന്നിവ വിതരണം ചെയ്യാനുള്ള നടപടി ഉണ്ടാകുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. എന്നിട്ടും സതീശന് ഒരു പൂച്ചക്കഥയും കൊണ്ട് നടക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഖജനാവുമായി ബന്ധപ്പെട്ട ചില രേഖകൾ സഹിതം, അതും കോൺഗ്രസിൻ്റെ അവസാന മുഖ്യമന്ത്രിയായ പുണ്യാളൻ മുഖ്യമന്ത്രിയുടെ കാലഘട്ടത്തിലെ ഖജനാവിലെ ചിലവും ഇന്നത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ചിലവും തമ്മിൽ താരതമ്യം ചെയ്ത ഒരു രേഖ പങ്കുവെച്ചുകൊണ്ട് ഒരു വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത്. ഒരു വ്യക്തി ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെ സംബന്ധിച്ച് രേഖകൾ സഹിതം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയണമല്ലോ. അതാണല്ലോ അതിൻ്റെ ഒരു ഹീറോയിസം. എന്തായാലും കെ അനിൽകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ്. വി ഡി സതീശൻ്റെ പൂച്ചകളും പിണറായിയുടെ വീട്ടിലെ പെട്ടിയും എന്ന ക്യാപ്ഷനിലാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കേരള ഖജനാവിൽ പൂച്ച പെറ്റി കിടക്കുകയാണ് എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. മലയാള മനോരമയാകട്ടെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് സതീശന് പിന്തുണ നൽകുകയും ചെയ്യുന്നു. കേരള ഖജനാവ് കാലിയാണോ? പ്രതിപക്ഷ നേതാവ് ഒരു മറുപടി പറയണം. കണക്ക് ഇതോടൊപ്പം തരികയാണ്. 2011-16 ഉമ്മൻചാണ്ടി സർക്കാർ ഖജനാവിൽ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ ഇടം കിട്ടാതിരുന്ന കാലം. 2016 മാർച്ച് 31 UDF കാലം തീരുന്ന വർഷം. ആകെ ചിലവ് 87,032 കോടി രൂപ. 2020-21 ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന വർഷം. ആകെ ചിലവ് 1,38,884 കോടി രൂപ. 5 വർഷം കൊണ്ട് 51,000 കോടി രൂപ അധികമായി വരവും ചിലവുമുണ്ടായി. 2021 പൂച്ച പെറ്റോ? 2024-25 നടപ്പ് വർഷമാകുമ്പോൾ ചിലവ് 1,78,771 കോടിയിലെത്തും. 2025-26 ബജറ്റ് 1,98,582 കോടിയിലേക്ക്. പിണറായി സർക്കാരുകൾ കാലാവധി പൂർത്തിയാക്കുമ്പോൾ UDF കാലത്തെ 87,032 കോടി രൂപയുടെ സ്ഥാനത്ത് 2 ലക്ഷം കോടിയായി ഖജനാവിൻ്റെ ചിലവ് ഉയരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഖജനാവിൽ പ്രസവിക്കാത്ത പൂച്ചയെ ഇപ്പോൾ എവിടെന്നാണ് കനകോലു അങ്ങയെ ഏൽപ്പിച്ചത്? ഓരോ വർഷത്തെയും ധനകാര്യ സ്റ്റേറ്റ്മെൻറ്റ് ഇതിനൊപ്പമുണ്ട്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഒരു മറുപടി പറഞ്ഞ് എളിയവനായ എന്നെ തോൽപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇനി പിണറായിയുടെ വീട്ടിലെ പെട്ടി കുറച്ചു കാലമായി കേൾക്കുന്നേയില്ല. വി ഡി സതീശൻ ആക്രമിക്കുന്നത് കേട്ടിട്ടില്ലേ? കേരളത്തിൽ ഏതു പദ്ധതി നടന്നാലും പിണറായിയുടെ വീട്ടിലെ പെട്ടിയിൽ പണം എത്തുമെന്നായിരുന്നു പ്രസംഗിച്ചത്. ഇപ്പോൾ പെട്ടിക്കഥ മാറി പൂച്ചക്കഥയായി. എന്താ സാറേ പെട്ടി വർത്തമാനം നിർത്തിയത്? കെ ഫോൺ, AI ക്യാമറ, മാസപ്പടി, നിങ്ങൾ നൽകിയ കേസിൽ കോടതി വിധി എന്താണ് സാർ? കെ ഫോൺ കേസിൽ തോറ്റപ്പോൾ സുപ്രീം കോടതിയിൽ കാണാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നതാണ്. ദില്ലിക്ക് വിമാനം കിട്ടിയില്ലേ? സുപ്രീം കോടതിയിൽ വക്കീലന്മാർ ഇല്ലാതായോ? വക്കീൽ ഫീസ് ഞങ്ങൾ തരാം സാർ, എത്ര വേണം? പൂശണം സാർ കോടതിയിൽ പോയി. പിണറായിയെ തോൽപ്പിക്കണം. പിണറായിയുടെ വീട്ടിലെ കാശ് വീഴുന്ന പെട്ടിക്കഥ പറഞ്ഞു നടന്നാൽ മാത്രം പോരല്ലോ. കേരള ഹൈക്കോടതി അവസാനത്തെ കോടതിയല്ല സാർ. സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കാതെ കേരളീയരെ പറ്റിക്കരുത് സാർ. 2024 സാമ്പത്തിക സർവേ കണ്ടു സാർ. അങ്ങ് കരയരുത്. കേരളത്തിലെ സാമ്പത്തിക വളർച്ചയുടെ ചിത്രം കാണുക. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭം ഇരട്ടിയാക്കി. പിണറായി സർക്കാരിൽ അഴിമതിയില്ല എന്നും മന്ത്രിമാർ വീടുകളിൽ പെട്ടിവയ്ക്കുന്ന ശീലക്കാരല്ല എന്നതിന് വേറെ എന്ത് തെളിവാണ് വേണ്ടത്? പ്രതിപക്ഷ നേതാവ് സ്വന്തം നിലവാര തകർച്ചയോർത്ത് സ്വയം വിലപിക്കാൻ അങ്ങേക്കാവില്ലേ സാർ? അങ്ങയോളം നിലവാരമുള്ള ഒരാളും കോൺഗ്രസിൽ ഇല്ലാത്തതിനാൽ ഇപ്പോഴത്തെ കസേര ഓർത്ത് ഭയം വേണ്ട. പക്ഷേ കുഞ്ഞാലിക്കുട്ടി അതിൽ കണ്ണുവെച്ച് കഴിഞ്ഞു. പൂച്ചകളെ വെറുതെ വിടൂ സാർ. ഒരു മറുപടി സാമൂഹ്യ മാധ്യമത്തിലാകാം. മറുപടിയില്ലെങ്കിൽ ഡയലോഗ് നിർത്തുക. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ CPM സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന പേരിലാണ് ഇത് കുറിച്ചിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ വരുമാനവും ചെലവും ഇതിനെ സംബന്ധിച്ചുള്ള രേഖകൾ കൂടി അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. സതീശൻ അന്തസ്സുള്ളൊരു വ്യക്തിയാണെങ്കിൽ താൻ ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ രേഖകൾ സഹിതം ഒരാൾ മറുപടി പറഞ്ഞാൽ കൃത്യമായിട്ട് അതിന് മറുപടി കൊടുക്കാൻ തയ്യാറാക്കണം. പിന്നെ നമ്മളെ സംബന്ധിക്കുന്നിടത്തോളം അതിന് പറ്റില്ലല്ലോ. കൈരേഖ ഉയർത്തിക്കാട്ടി വായിൽ നിന്ന് വിടുവായത്തരം അടിക്കുക, പഞ്ച് വിടുവായത്തരം അടിക്കുക എന്നതിനപ്പുറം
സതീശനെ കൊണ്ട് അതിന് കെൽപ്പില്ല എന്ന് കഴിഞ്ഞ കുറേ കാലമായി തെളിഞ്ഞതാണ്. അദ്ദേഹം ഉന്നയിച്ച ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം ഇതിനോടകം തെളിഞ്ഞിട്ടുണ്ടോ? പക്ഷേ നമ്മുടെ നാട്ടിൽ ഏത് പട്ടിക്കുട്ടിന് ജനിച്ചാലും അതിൻ്റെ ഉത്തരവാദി ഞാനാണ്, അത് എൻ്റെ കഴിവുകൊണ്ടാണ് നടപ്പാക്കിയതെന്ന് അവകാശപ്പെടുന്ന സതീശന് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ കെൽപ്പുണ്ടോ ഇല്ലയോ എന്ന് കേരള രാഷ്ട്രീയം സാഗൂതം വീക്ഷിക്കുന്നുണ്ട്. കാര്യം CPM-നെ സംബന്ധിക്കുന്നിടത്തോളം ചാനൽ ചർച്ചകളിലും ഒപ്പം വക്താവായി പ്രവർത്തിക്കുന്ന K. അനിൽകുമാർ ഉന്നയിച്ച വളരെ ഗൗരവതരമായിട്ടുള്ള ഈ ഒരു വിശദീകരണത്തെ സംബന്ധിച്ച് സതീശന്റെ പൂച്ചക്കഥയും പെട്ടിക്കഥയും ഇനി എത്രത്തോളം നാക്കിട്ടടിച്ച് നിർത്താൻ പറ്റുമെന്നതിനെ സംബന്ധിച്ചാണ് വളരെ കൃത്യമായിട്ട് നോക്കിക്കാണേണ്ടത്.